ഹലോ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേരാണ് ഐ സ്റ്റാൻഡ് വിത്ത് യു അഗെയിൻസ്റ്റ് ദ ഡിസോർഡർ. ജാനറ്റി ആംസ്ട്രോങ് എന്ന് പറയുന്ന ഒരു റൈറ്ററാണ് ഇത് എഴുതിയിരിക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഐ സ്റ്റാൻഡ് വിത്ത് യു അഗെയിൻസ്റ്റ് ദ ഡിസോർഡർ. ആദ്യം നമുക്ക് ജാനറ്റി ആംസ്ട്രോങ്ങിനെ ഒന്ന് പരിചയപ്പെടാം. ഇവർ ജനിച്ചിരിക്കുന്നത് 1948 1948 അവർ ജനിച്ചത്. അവർ ജനിച്ച സ്ഥലം പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം. ഓക്കനാഗൻ റിസർവ് ഇൻ ബ്രിട്ടീഷ് കൊളംബിയയിലെ ഓക്കനാഗൻ റിസർവിലാണ് അവർ ജനിച്ചിരിക്കുന്നത്. അവരൊരു റൈറ്ററാണ് ആൻഡ് ഇൻഡിജിനസ് സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റാണ്. അതുപോലെ തന്നെ ഒരു പരിസ്ഥിതി പ്രവർത്തകയാണ്. അതുപോലെ ആരോഗ്യ പ്രവർത്തകയാണ്. ഓക്കെ, അവരൊരു സ്കൾപ്ചർ ആൻഡ് ആൻ എഡ്യൂക്കേഷനിസ്റ്റ്. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു റൈറ്ററാണ് ജാനറ്റി ആംസ്ട്രോങ്. ഷീ ഈസ് ദ ഫസ്റ്റ് നേറ്റീവ് വുമൺ നോവലിസ്റ്റ് ഫ്രം കാനഡ. അതാണ് നമുക്കിതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. ആദ്യത്തെ ഫസ്റ്റ് നേറ്റീവ് വുമൺ നോവലിസ്റ്റാണ് കാനഡയിൽ നിന്നുള്ള. കാനഡ നമുക്കറിയാം, അമേരിക്ക, കാനഡ ഒക്കെ ഒരു ഭാഗമാണ് അല്ലേ. അപ്പോൾ കാനഡയിൽ നിന്നുള്ള ആദ്യത്തെ ഒരു നേറ്റീവ് വുമൺ നോവലിസ്റ്റാണ് ജാനറ്റി ആംസ്ട്രോങ്. She is referred to as an educator and a protector of the indigenous people. അപ്പോൾ അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻഡിജിനസ് പീപ്പിൾ, അതായത് അവിടുത്തെ അന്തേവാസികളായിട്ടുള്ള ആളുകളെ വിദ്യാസമ്പന്നരാക്കുക, അതുപോലെ തന്നെ അവരെ സംരക്ഷിക്കുക എന്നതൊക്കെയായിരുന്നു ഇവരുടെ മെയിനായിട്ടുള്ള ഒരു എയിം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിലും ഇക്കാര്യം തന്നെയാണ് അവർ പറയുന്നത്. ഇപ്പം നമ്മൾ ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ നേറ്റീവ് കൺട്രിയാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾ, അവിടെയുള്ള ഭാഷ, അവിടെയുള്ള സംസ്കാരം, അതൊക്കെ നമുക്ക് വലുത് തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജനിച്ച ഇന്ത്യയിലുള്ള സംസ്കാരം, നമ്മൾ ജനിച്ച ഇന്ത്യയിലുള്ള ഭാഷ, അപ്പം അതൊക്കെ നമ്മുടേതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ വലിയ ഒരു സ്വത്തായിട്ട് നമുക്ക് കണക്കാക്കാം. അതേപോലെ നമ്മുടെ ജാനറ്റി ആംസ്ട്രോങ് അവരുടെ കൊളംബിയയിലുള്ള, പ്രത്യേകിച്ച് ഓക്കനാഗൻ റിസർവിലുള്ള ആ ഒരു ഏരിയയിലുള്ള അവരുടെ സംസ്കാരം, അവരുടെ ഭാഷ, അവരുടെ വിദ്യാഭ്യാസം, അതൊക്കെ അവർക്ക് വലുത് തന്നെയാണ്. ഹെർ ലൈഫ് ഹാസ് ബീൻ ആൻ എൻഡ്ലെസ് ക്യാമ്പയിൻ wherein she strived to alter the deep-rooted prejudices and wrong notions associated with aboriginal people. അപ്പം അബോറിജിനൽ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അവിടുത്തെ അന്തേവാസികളാണ്. അവിടെയുള്ള ആളുകൾക്കെതിരെയുള്ള ഒരു റോങ് നോഷൻസ്, ആളുകൾക്ക് അവർ മോശക്കാരാണെന്നുള്ളൊരു മിഥ്യാധാരണ ഉണ്ട്. പ്രത്യേകിച്ച് വൈറ്റ് പീപ്പിൾ, അവർക്ക് അവർ അൺഎഡ്യൂക്കേറ്റഡ് ആണ്, അതുപോലെ ബ്ലാക്സ് ആണ്, അങ്ങനെയുള്ള ചില മിഥ്യാധാരണകളുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ഒരു അറ്റംപ്റ്റ്. ഹെർ മെയിൻ ഒബ്ജക്റ്റീവ് ഇൻ റൈറ്റിംഗ് വാസ് ടു എഡ്യൂക്കേറ്റ് യങ് പീപ്പിൾ അബൌട്ട് നേറ്റീവ് കൾച്ചർ ആൻഡ് ഹിസ്റ്ററി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു പ്രശ്നത്തെ മറികടക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവർ ആളുകളോട് പറയുന്നുണ്ട്. എന്താണ് ചെയ്യാൻ പറ്റുക? ടു എഡ്യൂക്കേറ്റ് യങ് പീപ്പിൾ, ആളുകളെ വിദ്യാസമ്പന്നരാക്കുക. അപ്പോൾ ആ ആളുകൾക്ക് എന്ത് വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത്? എബൌട്ട് നേറ്റീവ് കൾച്ചർ, അവരുടെ നേറ്റീവ് കൾച്ചറിനെ കുറിച്ചിട്ടുള്ള, അവരുടെ തനതായ സംസ്കാരത്തെക്കുറിച്ചിട്ടുള്ള, അവരുടെ ചരിത്രത്തെക്കുറിച്ചുള്ള, ഹിസ്റ്ററിയെക്കുറിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ആളുകൾക്ക് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത്തരം മറ്റ് ആളുകളുടെ ഇത്തരം നോഷൻസ് ഒഴിവാക്കാൻ പറ്റുള്ളൂ എന്ന് ഇവർ പറയുന്നുണ്ട്. She received a traditional education from her Okanagan elders
and thereby learned the Okanagan Indian language and speaks it fluently. അപ്പോൾ മറ്റുള്ള ആളുകളെ പോലെ ആയിരുന്നില്ല നമ്മുടെ ജാനറ്റി ആംസ്ട്രോങ്. അവർക്ക് ഒരു ട്രഡീഷണൽ എഡ്യൂക്കേഷൻ, പരമ്പരാഗത വിദ്യാഭ്യാസം നേടിയ ഒരു ആളായിരുന്നു ജാനറ്റി ആംസ്ട്രോങ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അവർ വിദ്യാഭ്യാസം നേടിയിരുന്നത് ഫ്രം ഹെർ ഒക്കനാഗൻ എൽഡേഴ്സ്. അപ്പോൾ ആ ഒക്കനാഗൻ എൽഡേഴ്സ്, അവരുടെ വൃദ്ധന്മാരിൽ നിന്നും അവരുടെ പൂർവികരിൽ നിന്നൊക്കെ അവർക്ക് വിദ്യാഭ്യാസം നൽകുന്ന ആ ട്രഡീഷനെക്കുറിച്ച്, അവരുടെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം അവർക്ക് കിട്ടിയിരുന്നു. ആൻഡ് ദെർബൈ ലേൺഡ് ദ ഒക്കനാഗൻ ഇന്ത്യൻ ലാംഗ്വേജ് ആൻഡ് സ്പീക്സ് ഇറ്റ്. അപ്പോൾ അതുപോലെ തന്നെ ഒക്കനാഗൻ ഇന്ത്യൻ ലാംഗ്വേജ്, ഈ ഒക്കനാഗൻ ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് പറയുന്നൊരു ഭാഷയാണ്. അപ്പോൾ ആ ഭാഷയും നമ്മുടെ ജാനറ്റി ആംസ്ട്രോങ് പഠിച്ചിരുന്നു. ഷീ ഈസ് പ്രൗഡ് ഓഫ് ഹെർ ഹെറിറ്റേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിച്ച് വളർന്ന ആ സംസ്കാരത്തെക്കുറിച്ച്, ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഷീ വാസ് വെരി പ്രൗഡ്. ഓക്കെ, writing for her is a healing process through which she constantly articulates that there is nothing disgraceful about her brown skin and or native philosophy. അതുപോലെ തന്നെ അവരുടെ നമുക്കറിയാം, ഇന്ത്യക്കാർ എന്ന് പറയുന്നത് ബ്രൗൺ സ്കിന്നാണ്. ജാനറ്റി ആംസ്ട്രോങ്ങിൻ്റെ സ്കിന്ന് എന്ന് പറഞ്ഞാലും എന്താണ്, ബ്രൗൺ സ്കിന്നാണ്. അവൾ ഇന്ത്യക്കാരി അല്ലെങ്കിലും കൊളംബിയക്കാരിയാണ്. ഓക്കെ, അപ്പോൾ അവരുടേതും എന്താണ്, ഒരു ബ്രൗൺ സ്കിന്നാണ്. അപ്പോൾ ആ ബ്രൗൺ സ്കിന്ന് മോശമല്ല, അത് നല്ലത് തന്നെയാണ്. നത്തിങ് ഡിസ്ഗ്രേസ്ഫുൾ എന്നാണ് പറഞ്ഞത്. അതിൽ എന്താണ്, മോശമായി കാണേണ്ട ഒന്നുമില്ല എന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ, നത്തിങ് ഡിസ്ഗ്രേസ്ഫുൾ അബൌട്ട് ഹെർ ബ്രൗൺ സ്കിൻ ഓർ നത്തിങ് നേറ്റീവ് ഫിലോസഫി. അതുപോലെ തന്നെ നേറ്റീവ് ഫിലോസഫി, അവരുടെ ആ നേറ്റീവ് ഫിലോസഫിയിൽ മോശമായി ഒന്നുമില്ല. അപ്പം അത് പഠിക്കേണ്ടത് ആളുകളുടെ ഉത്തരവാദിത്വം തന്നെയാണ് എന്ന് പറയാം. ഷീ കണ്ടംസ് ദ വെസ്റ്റേൺ ഫിലോസഫേഴ്സ് ആൻഡ് ദെയർ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് വിച്ച് ഓൺലി സെർവ് ടു ഏലിയനേറ്റ് ദ ഇന്ത്യൻസ് ഫ്രം ദെയർ ഇൻഡിജിനസ് സെൽസ്. അതുപോലെ തന്നെ ഈ വെസ്റ്റേൺ ഫിലോസഫേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവർ ഈ മറ്റുള്ള ഫിലോസഫേഴ്സ്, മറ്റുള്ള നേറ്റീവ് ഫിലോസഫി തത്വചിന്തകളൊക്കെ മോശമാണെന്നുള്ള ഒരു ധാരണ ആളുകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെസ്റ്റേൺ ഫിലോസഫേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജാനറ്റി ആംസ്ട്രോങ് ഇത്തരത്തിലുള്ള അവരുടെ ഒരു മനോഭാവത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഈ വെസ്റ്റേൺ ഫിലോസഫേഴ്സിൻ്റെ ആ ഒരു മനോഭാവത്തെ എതിർക്കുന്നു. ആൻഡ് ദെയർ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്, അവരുടെ ആ വിദ്യാഭ്യാസത്തിൻ്റെ അത്തരം ഒബ്ജക്റ്റീവ്സ് വിച്ച് ഓൺലി സെർവ് ടു ഏലിയനേറ്റ്. ഇങ്ങനെ ഈ വെസ്റ്റേൺ ഫിലോസഫേഴ്സ് എന്താണ് ചെയ്യുന്നത്? ദേ സെർവ് ടു ഏലിയനേറ്റ് ദ ഇന്ത്യൻസ് ഫ്രം ദെയർ ഇൻഡിജിനസ് സെൽഫ്. ശരിക്ക് ആളുകളെ, ഇത്തരം ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ അവരുടെ സ്വന്തമായ, അവരുടെ പരമ്പരാഗതമായിട്ടുള്ള അവരുടെ ആ ഒരു സംസ്കാരത്തിൽ നിന്നും വേർതിരിക്കാനാണ് ഇത്തരം ഫിലോസഫി ഉപകരിക്കുന്നത് എന്ന് പറയുന്നത്, ഈ വെസ്റ്റേൺ ഫിലോസഫേഴ്സ്. അപ്പോൾ വെസ്റ്റേൺ ഫിലോസഫി നമ്മളെ ഇങ്ങനെ സ്വാധീനിച്ച് എന്താ ചെയ്യുന്നത്? പ്രത്യേകിച്ച് അബോറിജിനലായിട്ടുള്ള അന്തേവാസികളായിട്ടുള്ള അവരുടെ സംസ്കാരവും അവരുടെ പൈതൃകം, അവരുടെ മൂല്യങ്ങൾ, വാല്യൂസ്, ഈ സംഭവങ്ങളിൽ നിന്ന് ഇവരെ അകറ്റുകയാണ് ചെയ്യുന്നത് എന്ന് ഇവർ പറയുന്നുണ്ട്. thereby accelerating the suicide rates among even എന്താണ് ആളുകൾ, ഈ അബോറിജിനലായിട്ടുള്ള ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ കൊളംബിയക്കാരുടെ ഇവരുടെയൊക്കെ ജീവൻ എടുക്കാൻ വരെ, ഈവൻ അവരെ സൂയിസൈഡ് ചെയ്യാൻ വരെ പ്രേരിപ്പിക്കുകയാണ് വെസ്റ്റേൺ ഫിലോസഫി ചെയ്യുന്നത്. അപ്പം നമ്മൾ മെയിനായിട്ട് ഓർക്കേണ്ടത് ഇതാണ്, വെസ്റ്റേൺ ഫിലോസഫി നമ്മളെ ഏലിയനേറ്റ് ചെയ്യുന്നു, ഈവൻ ലീഡ് അസ് ടു കമ്മിറ്റ് സൂയിസൈഡ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. പിന്നെ ഇതിൽ പറയുന്നത്, ആംസ്ട്രോങ് മെയിൻറ്റെയിൻസ് എൻ ഓപ്റ്റിമിസ്റ്റിക് സ്റ്റാൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് ടു ദ പീപ്പിൾ. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇദ്ദേഹത്തിന് ഒരു ശുഭാപ്തി വിശ്വാസമാണുള്ളത്. എന്നിട്ട് ഈ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ആളുകളോട് ഇദ്ദേഹം സംവദിക്കുന്നത്.
She has a firm conviction that a connection can be established between the Aboriginals and the Europeans. ഇപ്പോൾ ഈ യൂറോപ്യൻ ഫിലോസഫി അല്ലെങ്കിൽ വെസ്റ്റേൺ ഫിലോസഫി ഇങ്ങനെയൊക്കെ ഈ അബോറിജിനൽസിന് എതിരായി ചെയ്താലും എന്താണ് നമ്മുടെ ആംസ്ട്രോങ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഷീ ട്രൈസ് ടു ഹാവ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ അബോറിജിനൽസ് ആൻഡ് ദ യൂറോപ്യൻസ്. അവരെ രണ്ടുപേരെയും അബോറിജിനൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടുത്തെ അന്തേവാസികൾ, അവിടെ ജനിച്ച് വളർന്ന ആളുകൾ, അവരെയും അതുപോലെ തന്നെ യൂറോപ്യന്മാരെയും തമ്മിൽ ബന്ധിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പം പിന്നെ പറയുന്നത് അതിൽ അവരുടെ തന്നെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഇഫ് വി ക്യാൻ കണക്ട് അറ്റ് ദാറ്റ് ഹോണസ്റ്റ് ലെവൽ ബിറ്റ്വീൻ പീപ്പിൾ, ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്, ബിറ്റ്വീൻ സെക്സസ്, races or classes, that's what's gonna make the difference and bring about the healing we human beings have to bring us closer. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പിന്നെ നമുക്ക് ഇത്തരം ഒരു ആളുകൾക്കിടയിൽ, വ്യക്തികൾക്കിടയിൽ, ഈവൻ പുരുഷൻ സ്ത്രീ ഇവർക്കിടയിൽ, റേസസിൻ്റെ ഇടയിൽ, ക്ലാസ്സുകൾക്കിടയിലൊക്കെ ഇങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചാൽ, ആ ഒരു വ്യത്യാസമില്ലാതെ ആക്കാൻ സാധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ്സ് അബൌട്ട് ആൻഡ് ബ്രിങ് അബൌട്ട് ദ ഹീലിംഗ് വി ഹ്യൂമൻ ബീങ്സ് ഹാവ് ടു ബ്രിങ് അസ് ക്ലോസർ. അപ്പോൾ എന്താണ് നമ്മുടെ ആ മുറിവ് ഉണക്കാൻ സഹായിക്കും. ഇത്തരം ആളുകൾക്കിടയിൽ ഒരു കണക്ഷൻ കൊണ്ടുവരിക, ഇത്തരം വിവേചനങ്ങൾ ഒഴിവാക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ഇടയിൽ ഒരു പൊരുത്തമുണ്ടാകുന്നു, അവരൊരു സ്വരച്ചേർച്ച ഉണ്ടാകുന്നു, ഒരുമിച്ച് ഹാർമോണിയസ് ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്നു എന്ന് ഇവർ പറയാം. To touch and understand one another is to bridge our differences. അതായത് പരസ്പരം തൊടാനുള്ള ഒരു, അതായത് കറുത്തവന് വെളുത്തവന്, അതുപോലെ ഒരു ജാതി മറ്റൊരു ജാതി, അതുപോലെ പിന്നെ ഒരു മതം മറ്റൊരു മതം, അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ പരസ്പരം തൊടാനും പരസ്പരം പിന്നെ എന്താണ് ഇടപഴകി താമസിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എന്താണ് ഇത്തരം വ്യത്യാസങ്ങൾക്കിടയിലുള്ള ഒരു പാലം നിർമ്മിക്കലാണ്. ടു മേക്ക് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദീസ് ടു കൾച്ചേഴ്സ്, ടു റിലീജിയൻസ്, ഈവൻ ടു റേസസ്. അപ്പോൾ ഇത്തരം ഡിഫറൻസിൻ്റെ മുകളിൽ ഒരു പാലം നിർമ്മിക്കലാണ് അത് എന്ന് ഇതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ആളുകൾ ഇത്ര വ്യത്യസ്തമായിട്ടുള്ള വൈവിധ്യമായിട്ടുള്ള ആളുകൾക്കിടയിൽ ഒരു മനപ്പൊരുത്തം, ഒരു സഹവർത്തിത്വം, ഒരു സഹകരണം നിർബന്ധമായിട്ടും വേണം. അവരുടെ അഭിപ്രായത്തിൽ എ ഡെമോക്രസി ഷുഡ് റെസ്പെക്റ്റ് ആൻഡ് പ്രൊട്ടക്റ്റ് എനി ഇൻഡിവിജ്വൽസ് റൈറ്റ്സ് ആൻഡ് ഇഫ് എ സിംഗിൾ പേഴ്സൺ ഈസ് ഡിനൈഡ് ദം ഇറ്റ് jeopardizes the rights of others including that of women and minority or others. അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഡെമോക്രസി, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താവണം? ഇറ്റ് ഷുഡ് റെസ്പെക്റ്റ് ആൻഡ് പ്രൊട്ടക്റ്റ് എനി ഇൻഡിവിജ്വൽ റൈറ്റ്സ്. ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തെ അത് റെസ്പെക്റ്റ് ചെയ്യണം, അത് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഇഫ് എ സിംഗിൾ പേഴ്സൺ ഈസ് ഡിനൈഡ് ദം, അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇത്തരം ഒരു പ്രൊട്ടക്ഷനും ഒരു റെസ്പെക്റ്റും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് jeopardizes the rights of others including that of women, minority or others. അപ്പോൾ ഈവൻ സ്ത്രീകളുടെ, ഈവൻ ന്യൂനപക്ഷ സമുദായങ്ങളുടെ, മറ്റ് ആളുകളുടെയൊക്കെ പിന്നെ അവകാശങ്ങളെയാണ് ഇവിടെ ധ്വംസിക്കപ്പെടുന്നത് എന്നാണ്. jeopardize എന്താണ്? താറുമാറാക്കുന്നത് അല്ലെങ്കിൽ ധ്വംസിക്കപ്പെടുന്നത് എന്ന് ഇവർ പറയാം. അപ്പം ഒരു വ്യക്തിയുടെയും എന്താണ് അവകാശങ്ങളെ എന്താണ് ഇവിടെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ എതിർക്കാൻ പാടില്ല. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു വ്യക്തിയുടെയും അവകാശങ്ങൾക്ക് ഭംഗം വരുത്താൻ പാടില്ല. അത് അവന് കിട്ടിയേ തീരൂ എന്നുള്ള ഒരു കാര്യമാണ് ഇവർ പറയുന്നത്. She began her literary career by writing a poem of John F. Kennedy. John F. Kennedy നമുക്കറിയാം, മുൻ അമേരിക്കൻ പ്രസിഡൻ്റ് ആയിരുന്നു ജോൺ എഫ് കെന്നഡി.
അപ്പോൾ അവരെ പേരിൽ ജോൺ എഫ് കെന്നഡിയുടെ പേരിൽ ഒരു പോയം, ഒരു കവിത എഴുതിയിട്ടാണ് ഇവരുടെ ഈ ഒരു ലിറ്റററി കരിയർ തന്നെ ജാനറ്റ് ആംസ്ട്രോങ് തുടങ്ങുന്നത്. ഷി ഹാസ് റിട്ടൺ 2 novels, 2 നോവൽസാണ് അവർ എഴുതിയത്. ഒന്ന് സ്ലാഷ് 1985 സ്ലാഷ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോവലാണ്, മറന്നു പോകരുത് സ്ലാഷ്. അവരുടെ ഇസ് ഹർ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഫേമസ് നോവലാണ് സ്ലാഷ്. ദിസ് ഈസ് റിഗാർഡഡ് ആസ് എ ഫസ്റ്റ് നോവൽ ബൈ എ ഫസ്റ്റ് നാഷൻസ് വുമൺ. ഫസ്റ്റ് നാഷൻ വുമൻ്റെ ഫസ്റ്റ് നോവലായിട്ടാണ് നമ്മുടെ സ്ലാഷ് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. സ്ലാഷ് എഴുതിയത് ജാനറ്റ് ആംസ്ട്രോങ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കനേഡിയൻ ഫസ്റ്റ് വുമൺ നോവലിസ്റ്റാണ്, വുമൺ റൈറ്ററാണ് നമ്മുടെ ജാനറ്റ് ആംസ്ട്രോങ് എന്നുള്ളത്. അപ്പോൾ അവരുടെ ഫസ്റ്റ് നോവലായിട്ടാണ് നമ്മുടെ സ്ലാഷ് അറിയപ്പെടുന്നത്. Breath Tracks is an anthology of poems published in 1991. മറ്റൊരു ആന്തോളജി ഓഫ് പോയംസ്, ഒരു കളക്ഷൻ ഓഫ് പോയംസ് ഉണ്ട്, അതിൻ്റെ പേരാണ് ബ്രെത്ത് ട്രാക്സ്. 1991 അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സെക്കൻഡ് നോവലാണ് വിസ്പറിംഗ് ഷാഡോസ്. അത് 2000 എഴുതിയിരിക്കുന്നത്, വിസ്പറിംഗ് ഷാഡോസ്. ഓൾ മൈ റിലേഷൻസ്, ആൻ ആന്തോളജി ഓഫ് കണ്ടംപററി കനേഡിയൻ നേറ്റീവ് ഫിക്ഷൻ ആണ്. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഹർ ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് 2 children's ബുക്സ്. അവരുടെ ഷോർട്ട് സ്റ്റോറി കളക്ഷൻ്റെ പേരാണ് ഓൾ മൈ റിലേഷൻസ്, ആൻ ആന്തോളജി ഓഫ് കണ്ടംപററി കനേഡിയൻ നേറ്റീവ് ഫിക്ഷൻ. അപ്പോൾ ഇതും കൂടി ആലോചിച്ച് നോക്കുക. ഇതൊന്നും അങ്ങനെ മോശമായിട്ട് അല്ലെങ്കിൽ വേണ്ടാത്തതായിട്ട് അങ്ങനെ തള്ളിക്കളയേണ്ട. ആ വർക്കുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുന്നതാണ്, പ്രത്യേകിച്ച് സ്ലാഷ് നോട്ട് ചെയ്യുക. ഇനി ആംസ്ട്രോങ്ങിൻ്റെ അഭിപ്രായത്തിൽ ഇൻഡിവിജ്വൽ ക്രിയേറ്റിവിറ്റി ഇൻവോൾവ്സ് ലാർജർ കമ്മ്യൂണിറ്റി ഒബ്ലിഗേഷൻസ്. ഇൻഡിവിജ്വൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ലാർജർ കമ്മ്യൂണിറ്റി ഒബ്ലിഗേഷൻസ്. She says, however much the artist is elevated, the community alongside must be elevated as well and must benefit as well. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വളർച്ച എന്ന് പറയുന്നത് അദ്ദേഹം താമസിക്കുന്ന ആ ഒരു സമൂഹത്തിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം താമസിക്കുന്ന ആ ഒരു സമൂഹത്തിൻ്റെ വളർച്ച. അപ്പോൾ ഒരു വ്യക്തിയുടെ ആർട്ടിസ്റ്റിക്കായിട്ടുള്ള കഴിവുകൾ അങ്ങനെ കൂടുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സമൂഹത്തിന് വളരെ ഒരു വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും. നേരെ തിരിച്ചും അങ്ങനെ തന്നെ, ഒരു വ്യക്തിക്ക് അദ്ദേഹം ജീവിക്കുന്ന സമൂഹത്തിൽ, പ്രത്യേകിച്ച് ആർട്ടിസ്റ്റിനൊക്കെ അദ്ദേഹം ജീവിക്കുന്ന സമൂഹത്തിനെ നല്ല ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കും. അതാണല്ലോ നമ്മളിപ്പോൾ ജാനറ്റ് ആംസ്ട്രോങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. She is a professor of Indigenous Studies and Canada Research Chair in Indigenous Philosophy. അവരുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫസറാണ്, പ്രൊഫസർ ഓഫ് ഇൻഡിജിനസ് സ്റ്റഡീസാണ്. ഞാൻ പറഞ്ഞു കാനഡയിലെ പ്രത്യേകിച്ച് നമ്മുടെ കൊളംബിയയിലെ അവിടെയുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള അവിടുത്തെ അന്തേവാസികളായിട്ടുള്ള അവരുടേതായിട്ടുള്ള സംസ്കാരങ്ങൾ, അവരുടേതായിട്ടുള്ള വാല്യൂസ്, ഇതിനൊക്കെ കുറിച്ചിട്ടാണ് അവർ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. ഷീ ഡിറൈവ്സ് ഗ്രേറ്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻ ദാറ്റ് ഹെർ റിസർച്ച് കോൺട്രിബ്യൂട്ട്സ് ഡയറക്ട്ലി ടു ദ എംപവർമെൻറ്റ് ഓഫ് ദ ഒക്കനാഗൻ കമ്മ്യൂണിറ്റി. അപ്പോൾ അവരുടെ റിസർച്ചുകൾ മെയിനായിട്ട് ചെയ്യുന്നത് എന്താണ്? ടു ദ എംപവർമെൻറ്റ് ഓഫ് ദ ഒക്കനാഗൻ കമ്മ്യൂണിറ്റി ആൻഡ് അതർ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസ് and provides them with a positive outlook. Even in her literary works, novels, poems, etc., she tries to relate to the life of her student community and fellow beings. അവരുടെ കവിതകളിൽ, നോവലുകളിൽ, അവരുടെ മറ്റ് ലിറ്റററി വർക്കുകളിലൊക്കെ അവരെന്താ ചെയ്യുന്നത്? ഷീ ട്രൈസ് ടു റിലേറ്റ് ടു ദ ലൈഫ് ഓഫ് ഹെർ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി. അവിടെ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയുടെ ജീവിതവും മറ്റുള്ള ഫെലോ ബീയിങ്സിൻ്റെ ജീവിതവുമായി റിലേറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചിരുന്നു. വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹെർ റിസർച്ച്
and writing is to revitalize the indigenous methods of knowledge, documentation, and storytelling, which is deliberately substituted by Western conventions, causing a cultural blindness. അപ്പോൾ അവരുടെ റിസർച്ചിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ റീവൈറ്റലൈസ് ദ ഇൻഡിജിനസ് മെത്തേഡ്സ് ഓഫ് നോളജ്. അപ്പോൾ അവരുടെ സംസ്കാരത്തെക്കുറിച്ചുള്ള ഒരു ധാരണ അതൊന്ന് റീവൈറ്റലൈസ് ചെയ്യാം, ഒന്ന് പുഷ്ടിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം. അതുപോലെ തന്നെ നോളജ് ഓഫ് ഡോക്യുമെൻറ്റേഷൻ, സ്റ്റോറി ടെല്ലിംഗ്, ഓക്കെ. അപ്പോൾ അതൊന്ന് പുഷ്ടിപ്പെടുത്തുക, വിച്ച് ഈസ് ഡെലിബറേറ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ വെസ്റ്റേൺ. അപ്പോൾ ഇതൊക്കെ ശരിക്ക് ആളുകൾ ഈ വെസ്റ്റേൺ ഫിലോസഫിയുടെ ഭാഗമായിട്ട് അവരുടെ ഈ ഇൻഡിജിനസ് സംസ്കാരം, അവരുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ മോശമാക്കി ചിത്രീകരിച്ചതിൻ്റെ ഫലമായി ആരും അതിലേക്ക് വരാത്ത ഒരവസ്ഥ. അപ്പോൾ അതിനെ വീണ്ടും ആളുകൾ അതിലേക്ക് കൊണ്ടുവന്നിട്ട് ഒന്ന് പുഷ്ടിപ്പെടുത്താനാണ്, റീവൈറ്റലൈസ് ചെയ്യാനാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് വരികയാണ്. ഐ സ്റ്റാൻഡ് വിത്ത് യു അഗെയിൻസ്റ്റ് ഡിസോർഡർ ഈസ് എൻ ആർട്ടിക്കിൾ ഇൻ യെസ് magazine.org posted by Janet Armstrong on November 8, 2005. മനസ്സിലായി കാണും, 2005 നവംബർ 8 ഐ സ്റ്റാൻഡ് വിത്ത് യു അഗെയിൻസ്റ്റ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഇവർ പബ്ലിഷ് ചെയ്തു. ഇതൊരു ആർട്ടിക്കിളായിരുന്നു കേട്ടോ. This article was adapted from Paradigm Was, Indigenous Peoples' Resistance to Economic Globalization, edited by Jerry Mander and Victoria Tault Corpus. In this article, Armstrong points out the destructive effects of global economy. ഇതിന് മെയിനായിട്ട് ഇവർ പറയുന്നത് the destructive effects of global economy ആണ്. She declares her unflinching loyalty to the Okanagan community. ഞാൻ നേരത്തെ പറഞ്ഞു അവർ ജനിച്ചു വളർന്ന കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒക്കനാഗൻ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതിനോടുള്ള ഒരു ലോയൽറ്റി, അതിനോടുള്ള ഒരു കൂറാണ് ശരിക്കും ഇതിൽ പറയുന്നത്. ഒക്കനാഗൻ കമ്മ്യൂണിറ്റി പുഷ്ടിപ്പെടുത്തുക, റീവൈറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇത് എഴുതുന്നത്. ആൻഡ് ഓൾ അതർ സിമിലർ ഇൻഡിജിനസ് ട്രൈബ്സ് ഹു ആർ കമ്പൽഡ് ടു ബിക്കം ചീപ്പ് ലേബർ ഫോഴ്സ് ആൻഡ് ഫേസ് ദ ത്രെറ്റ് ഓഫ് ഡിസ്പൊസിഷൻ. അതായത് ഇത്തരം വെസ്റ്റേൺ ഫിലോസഫിയുടെ ഭാഗമായി മൈനറായിട്ടുള്ള വളരെ മോശപ്പെട്ട രീതിയിലുള്ള വളരെ താഴ്ന്ന ജോലികൾ ചെയ്യാൻ നിർബന്ധിതരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഒക്കനാഗൻ കമ്മ്യൂണിറ്റി. അപ്പോൾ അവരെ ഒന്ന് പുഷ്ടിപ്പെടുത്താൻ, റീവൈറ്റലൈസ് ചെയ്യാനാണ് അവർ ഇത് എഴുതുന്നത്. ബിക്കമിങ് വിക്ടിംസ് ഓഫ് പ്രൈവറ്റൈസേഷൻ ഓഫ് ലാൻഡ് ആൻഡ് തോട്ട്ലെസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ്. അപ്പോൾ ഈവൻ എന്താണ് അവരുടെ ലാൻഡുകളൊക്കെ പ്രൈവറ്റൈസേഷൻ ചെയ്തു. അതുപോലെ തന്നെ അവരുടെ റിസോഴ്സുകളൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം ഇവർക്ക് വേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് ജാനറ്റ് ആംസ്ട്രോങ് ഇത് എഴുതുന്നത്. The westernization of undeveloped cultures is only a cunning pretext to generate new markets. അപ്പോൾ എന്തിനാണ് ഇവരെ അൺഡെവലപ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് മുദ്ര കുത്തിക്കൊണ്ട് ഇവരെ ഈ ഒരു സ്ഥിതിയിൽ നിർത്തുന്നത്? ഇവരെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വെസ്റ്റേണേഴ്സ് ഇങ്ങനെ ഇവരെ അൺഡെവലപ്ഡ് എന്ന് പറഞ്ഞിട്ട് മുദ്ര കുത്തിയിരിക്കുന്നത്. The Okanagans, according to Armstrong, are people who promote bioregionally self-sufficient economies and the knowledge that the total community must be engaged in order to attain sustainability. അപ്പോൾ ഈ ഒക്കനാഗൻ എന്ന് പറയുന്നത് അവരുടെ അഭിപ്രായത്തിൽ, ആംസ്ട്രോങ്ങിൻ്റെ അഭിപ്രായത്തിൽ, they are people who promote bioregionally self-sufficient economies. അപ്പോൾ ശരിക്ക് ബയോറീജിയണലി എന്ന് പറഞ്ഞാൽ മിക്സഡാണ്. അതുപോലെ തന്നെ ദേ ആർ മോർ റിലേറ്റഡ് ടു ദ നേച്ചർ, ഇൻഡിജിനസ് പീപ്പിളാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെൽഫ് സഫിഷ്യൻറ്റ് ഇക്കണോമീസ് ആൻഡ് ദ നോളജ് ദാറ്റ് ദ ടോട്ടൽ കമ്മ്യൂണിറ്റി മസ്റ്റ് ബി എൻഗേജ് ഇൻ ഓർഡർ ടു അറ്റൈൻ സസ്റ്റൈനബിലിറ്റി. അവർക്കൊരു സുസ്ഥിരത കൈവരിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് അവർ ഇത് എഴുതിയത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ആർട്ടിക്കിൾ ഈസ് ഹെർ ഡിക്ലറേഷൻ ഓഫ് സോളിഡാരിറ്റി എഗെയിൻസ്റ്റ് ദ വയലൻസ് ഓഫ് കൾച്ചറൽ ഇമ്പീരിയലിസം. അപ്പോൾ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ വയലൻസ് ഓഫ് ഇമ്പീരിയലിസം. ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം
ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ എന്താണ് അവരുടെ കീഴിലാക്കി വെക്കുക. അതായത് പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഇമ്പീരിയലിസം. നമ്മൾ ഈവൻ ഇന്ത്യ പോലും ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു. അപ്പോൾ ഈ ഇമ്പീരിയലിസത്തിനെതിരെയായിരുന്നു. ഷീ ആസ്പയേഴ്സ് ടു ഓൾട്ടർ ദ പ്രിവാലൻ്റ് പാരഡിം ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രോഗ്രസ് ബൈ ജോയിനിങ് ഹാൻഡ്സ് വിത്ത് ദ ഒക്കനാഗൻസ്. ഓക്കെ, അപ്പം ഷീ വാസ് വെരി മച്ച് വിത്ത് ഒക്കനാഗൻസ് ടു fight against these threats of imperialism, exploitation and the prevalent paradigms of development and progress. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു.